പ്രതിഷേധം പ്രതിഷേധം ലഹരിക്കെതിരെ പ്രതിഷേധം ലഹരിക്കെതിരെ പ്രതിഷേധം നമ്മുടെ നാട്ടിലെ കുട്ടികളെല്ലാം ലഹരി മാഫിയ കടിമകളോ ലഹരി മാഫിയ കടിമകളോ. അല്ല ബാപ്പു, നമ്മൾ ഈ തൊണ്ട കീറി ഇത്രയും മുദ്രാവാക്യം വിളിച്ചിട്ട് ഓരൊറ്റ നാട്ടുകാരും ഇതിൻ്റെ അകത്ത് കൂടില്ലല്ലോ. ആർക്കും എന്താ ലഹരി ഒന്ന് നിർത്തണ്ടേ? എങ്ങനെ കൂടെ മുരളിയെ? ഞാൻ അഥവാ കൂടിയാൽ തന്നെ കുണ്ടന്മാർ ടൂക്ക പിള്ളേർ വന്ന് കഴിഞ്ഞ് രാത്രി തല വച്ചായിട്ട് വിളിച്ചാളൂ. പിന്നെ എങ്ങനെ ധൈര്യം ഉണ്ടാവോ കൂടാൻ? അല്ല, നിങ്ങളൊക്കെ ഹെൽമെറ്റ് എടുത്തിക്കണോ? ഞാൻ ഹെൽമെറ്റ് ഒക്കെ എടുത്തിട്ടാട്ടോ വന്ന്. എന്റെ ഹെൽമെറ്റ് വണ്ടീന്റെ മുകളിലുണ്ട്. ഓലെ കാലൊന്നും എൻ്റെ അടുത്ത് നടക്കൂല. ഞാൻ രാവിലെ ഒരു 6 കിലോമീറ്റർ നീട്ടിയായിട്ട് നടക്കണതാ. ടൂക്ക പിള്ളേർ ആ സാധനം മണപ്പിച്ചിരിക്കുക എൻ്റെ പൈത്തല വന്നാൽ ഓലെ ചാർജ് എടുത്ത് തീർന്നു പോവുള്ളൂ. എൻ്റെ അടുത്തൊന്നും കൂട്ടിയാൽ കൂടുതലോ സിബുവോ അല്ലാത്ത ജാതി തന്നെ. പണ്ടൊക്കെ നമ്മൾ ഇന്ത്യക്കാരെ പേടിച്ചാതിന് ഓല് ചെയിന് പിടിച്ചിറക്കിയാലും അതിന് വേണ്ടി ആളെ തച്ചൊല്ലലൊക്കെ ഉണ്ടായിന്. ഇപ്പം പോയി നമ്മ മുറ്റത്തെത്തീനിത്. കേരളത്തിന്റെ പോക്ക് ഇത് എങ്ങോട്ടാ? ഇപ്പം നോക്കിങ്ങള്, മുമ്പൊരു ഡോക്ടറെ അടുത്തേക്ക് ഒരു ലഹരിക്കടിമയായ ഒരാളെ പോലീസ് കൊണ്ടുപോയപ്പോൾ പെട്ടെന്ന് കുത്തിക്കൊന്നില്ലേനു. അതിൻ്റെയൊക്കെ ശേഷം ഇങ്ങോട്ട് ഫുള്ള് കൊലകളുടെ വാർത്തയുള്ളൂ. ഇപ്പം അതൊക്കെ നോക്കിയാൽ 6 ആളെ, ഒരു വീട്ടിലുള്ള 6 ആളെ കൊന്നുകൊടുത്ത് എത്തി നിൽക്കുക. ഏത് കൊലേൻ്റെ പിന്നിൽ നോക്കിക്കഴിഞ്ഞാൽ എന്ത് സിന്തറ്റിക് ലഹരികളാണ് പിറകിലുള്ളത്. അത് കൊച്ചു കുട്ടികളടക്കം അതിന് അഡിക്റ്റാണ് ഇപ്പോൾ. ഇപ്പൊ ബായക്കോലക്ക് ഇപ്പൊ നല്ല ബലേ. ഇപ്പൊ മനുഷ്യക്കോലക്ക് ഒരു ബലില്ലാതായിക്കണ്. അത് ശരിയാ. ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ നാടിപ്പോ സെയ്ത്താന്റെ നാടായി മാറിക്കൊണ്ടിരിക്കുക. അതന്നെ. ഇതിപ്പം ദൈവത്തിന് ചെയ്താനും പ്രശ്നമാണെന്ന് പറഞ്ഞ് കുത്തിരിക്കുക ഞങ്ങള്. നമ്മളെ നാട്ടിലെ 13, 14 വയസ്സുള്ള സ്കൂൾ കുട്ടികൾ മുതൽ ഇത് ഉപയോഗിക്കുക. പൊടി രൂപത്തിൽ, ഡ്രിങ്ക് രൂപത്തിൽ. ഇപ്പം നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ എത്ര മക്കളെ പിടിച്ചെന്നറിയും. ഒക്കെ ഇവിടുത്തെ പോലീസുകാരും സർക്കാരിനെയും പറ്റി പറഞ്ഞാൽ മതി. അത് ഈ പറയല്ലേ ബാപ്പുവോ? പോലീസിനും സർക്കാരിനും പറഞ്ഞിട്ട് എന്താ കാര്യമോ? 13, 14 വയസ്സായ മക്കളെ ഇവിടുത്തെ രക്ഷിതാക്കൾ നല്ലോണം നോക്കണ്ടേ? നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ഇങ്ങനെയാണ് നമ്മൾ നടന്നീന്. നമ്മളാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കൂ. രാത്രി 5 മണി ആകുമ്പോഴേക്കോ അല്ലെങ്കിൽ 8 മണി ആകുമ്പോഴേക്കോ നമ്മൾ പുഴയിലൊന്ന് കിടന്നുറങ്ങൂലേ? ഈ ഇവിടുത്തെ സർക്കാരിനെ പറയല്ലേ കേട്ടോ. അപ്പൊ ഇവിടുത്തെ സർക്കാരിനും പോലീസുകാരനും ഒരു ഉത്തരവാദിത്വം ഇല്ലാന്ന് അയ്യറിന്. അതിന് എൻ്റെ പുരയിലെ മക്കളെയും പേരമക്കളെയും എനിക്ക് നോക്കാൻ പറ്റുന്നതിന് ഈ ഇവിടുത്തെ സർക്കാരിനും പിന്നെ പോലീസുകാർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വാപ്പുവോ? 2 കാരന്മാരും പാടപ്പോൾ അടി ഉണ്ടാക്കുന്ന പരിപാടിയാ. എന്ത് തേങ്ങയിലെ വർത്താനാ മുരളിയെ പറയുന്നത്? കുട്ടികളൊക്കെ കോഴിക്കോട്ടിൽ വളർത്തുക. എൻ്റെ കുട്ടികളെ ഈ കോഴിക്കോട്ടിൽ വളർത്തിയാൽ മതി. എൻ്റെ കുട്ടികളെ കാര്യം നോക്കാൻ ഈ പറഞ്ഞ. എന്റെ കുട്ടികളെ കാര്യത്തിന് ഈ ഇടപെടേണ്ട കാര്യമില്ല. എന്റെ കുട്ടികളെ അങ്ങനെ കുട്ടികളെ കാര്യം പറയാം. അടക്കി ഞാൻ പറഞ്ഞില്ല ബാബുക്ക. നിങ്ങൾ പറയുന്നതിലും കാര്യമുണ്ട്. എനിക്ക് നമ്മളെ മനസ്സിലായി. നമ്മള് കുട്ടികൾക്ക് ആവശ്യത്തിന് സ്വാതന്ത്ര്യമൊക്കെ കൊടുത്ത് വളർത്തണം. പിന്നെ ഞാൻ പറഞ്ഞാണ്ടോ തെറ്റ്? അതല്ല മുരളിയേട്ടാ, നിങ്ങൾ പറയുന്നതിലും കാര്യം കറക്റ്റാണ്. സർക്കാരിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ നമ്മൾ കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ എന്ത് തേങ്ങയിലെ വർത്താനോടോ പറയുന്നത്? ഓൻ പറഞ്ഞതാ ശരി, ഞാൻ പറഞ്ഞതാ ശരി. 2 തോണിലും പാടെ ഈ കാലത്ത് വർത്താനം പറയുന്നത് കാര്യം പറഞ്ഞതേക്കാ. അത് ശരി. ഇപ്പൊ നിങ്ങളെ 2 ആളെയും നടുവ് പിടിച്ച ഞാൻ കുറ്റക്കാരനായോ? നമ്മളെ മുരളിയേട്ടാ, ബാപ്പുക്ക, നമ്മളെ നാട്ടിൽ നമ്മളെ കുട്ടികളുടെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മളെ രക്ഷിതാക്കൾ അതിൽ ഇടപെടണ്ടേ. രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. സ്കൂളിൽ ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ചെയ്യണം. പിന്നെ നമ്മളെ നാട്ടിലെ ക്രമസമാധാനമൊക്കെ നിയന്ത്രിക്കേണ്ട പോലീസുകാർ അത് വേണ്ട വിധം കൈകാര്യം ചെയ്യണം. വേണ്ടേ? അതിനൊക്കെ ഉത്തരവാദിത്തപ്പെട്ട നമ്മളെ സർക്കാർ എന്ത് ചെയ്യണം? ഒരു വേണ്ട രീതിയിലുള്ള കൈകാര്യങ്ങൾ ചെയ്യണ്ടേ? അപ്പോൾ എല്ലാവർക്കും ഇതിൽ തുല്യ അവകാശമുള്ളത്. നമ്മൾ കുട്ടികളെ വീട്ടുകാരെ കുറ്റം പറയുക, രാഷ്ട്രീയക്കാരെ കുറ്റം പറയുക, അതിലൊന്നും കാര്യമില്ല. ജാതി മതം ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇതിനു വേണ്ടി പൊരുതിയേ മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് തുടച്ചു നീക്കാൻ പറ്റുള്ളൂ. അജിപ്പം പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലേ മുരളിയെ? അതാണ് ഞാൻ ബാപ്പുക്ക പറഞ്ഞത്. ഇമ്പളിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ രക്ഷിതാക്കളെയും രാഷ്ട്രീയക്കാരെയും കുറ്റം പറഞ്ഞ് നിൽക്കുന്ന സമയമല്ല. നമ്മൾ രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ ഇതിനു വേണ്ടി ഒരുമിച്ചിറങ്ങേണ്ട സമയമായി. ഇല്ലെങ്കിലും നമ്മൾ വലിയ വില നൽകേണ്ടി വരും. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ സ്കൂളുകളിലും കോളേജുകളിലും കുട്ടികളെ സ്റ്റുഡൻറ്റ് പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ലഹരിക്കെതിരെ അവിടെ കർശനമായിട്ടുള്ളൊരു ടീമിനെ ഉണ്ടാക്കുക. ഇപ്പം നിലവിലുള്ളതൊന്ന് സ്ട്രോങ് ആക്കിയാലും മതി.
അങ്ങനെയാണെങ്കിൽ കുടുംബശ്രീയിലെ പെണ്ണുങ്ങളുടെ ഇടയിൽ ഒരു ടീമിനെ ഉണ്ടാക്കണോ പെൺകുട്ടികളെ ശ്രദ്ധിക്കാനായിട്ട്. പണ്ട് കാലത്ത് ബാപ്പു കുട്ടികൾ സ്കൂളിട്ട് വന്നിരിക്കുകയാണെങ്കിൽ വൈകുന്നേരം ആയാൽ എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് ഒന്ന് കളിക്കാൻ പോയി മൂന്തിയാകുമ്പോഴേക്ക് പുരയിലെത്തി ഉള്ളവും തിന്ന് നേരത്തെ കാലത്ത് കിടന്നീന്. ഇന്ന് അതാണോ സ്ഥിതി? അതല്ല, രാത്രി ഗെയിം കളിക്കുക എന്നുള്ള വ്യാജേന പറമ്പിൽ അവിടെയും ഇവിടെയും കുത്തിരുന്നിട്ട് മൊബൈൽ ഫോണിൽ ഇങ്ങനെ കളിച്ച് കുത്തിരിക്കുക. ഇതൊക്കെ നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കായിട്ടുള്ള കുഴപ്പമാണെന്നോ ഞാൻ പറയുള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ രക്ഷിതാക്കൾക്കും മുമ്പൊരു ബോധവൽക്കരണ ക്ലാസ് അത്യാവശ്യമാണ്. മാത്രമല്ല നമ്മളെ കുട്ടികൾക്കും നല്ലൊരു ബോധവൽക്കരണ ക്ലാസ് കൊടുക്കണം. അതുപോലെ നമ്മളെ നാട്ടിലെ ക്ലബ്ബുകളും മറ്റ് സംഘടനകളെല്ലാം ഇതിനു വേണ്ടി ഒരുമിച്ച് മുന്നേറണം. നമ്മളെല്ലാ സ്ഥലങ്ങളും നമ്മളൊരു CC ക്യാമറ പോലെ നമ്മളെ കണ്ണുകൾ തുറന്നു വെച്ച് നിന്നാൽ ഈ കുട്ടികൾക്ക് ഇതുപോലുള്ള പ്രവർത്തികൾ ഏർപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ നമ്മളെ കേരള പോലീസിൻ്റെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 99 95 96 66 66 എന്ന നമ്പറിലേക്ക് നമ്മളെ വിവരങ്ങൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് കൈകാര്യം ചെയ്തോളും. ബാക്കി നമ്മളെ വിവരങ്ങളൊന്നും പുറത്തു വിടില്ല. അപ്പം നമ്മളെ ലഹരി മുക്ത കേരളത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. നമ്മളെപ്പോലെ തന്നെ ഓരോ നാട്ടിൽ നിന്നും ആളുകൾ വരട്ടെ. ഇതാ അടിച്ചാളി. ആട്ടി മുരളിയെ. ഓക്കെ ബാപ്പു ഷിബുവോ.